ഫാമിലി ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പെക്റ്റിലുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡിൽ താമസിക്കുന്ന ഓരോ പൗരനും, ന്യൂസിലൻഡ് പൗരനും, they are getting a retirement benefit from the government. കേരളത്തിലുള്ള പല ആൾക്കാർക്കും ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. എൻ്റെ ഫാമിലിക്ക് ഇങ്ങോട്ട് നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യാം. ഈ എംപ്ലോയ്മെൻറ്റ് ഓഫർ വെരിഫൈ ചെയ്യുന്ന ജോലി നിങ്ങളുടെയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂസിലൻഡിലുള്ള ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഐ ഡു ഇറ്റ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഫോൾസ് അണ്ടർ എ സ്കാമിങ്. അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് ഏരിയയിലും ജോലി ചെയ്യാം, എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് എഡ്യൂക്കേഷൻ ഇസ് വൺ ഓഫ് ദി ഗ്ലോബലി അക്സെപ്റ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ പണ്ടൊക്കെ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. അപ്പം ഇപ്പം ഫാമിലിയെ കൊണ്ടുവരാം. അപ്പോൾ ദേ ക്യാൻ ബിൽഡ് എ ഹോം ഇയർ വൈൽ സ്റ്റഡിങ്. അപ്പം കൂടുതൽ ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ട്. ഈ കൺട്രി എല്ലാവരും മണി മേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാസ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഇൻ ലൈഫ്. Hi, this is Joy John from Ocean News NZ. Welcome to the Immigration Expert Corner. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു മലയാളി ലൈസൻസ്ഡ് എമിഗ്രേഷൻ എക്സ്പേർട്ട് ആണ്. ദാറ്റ് ഈസ് മിസ്റ്റർ അനോഷ് ജോസഫ്, ഹു ഈസ് ബേസ്ഡ് ഇൻ ക്രൈസ്റ്റ്ചർച്ച്, ന്യൂസിലാൻഡ്. ഹായ് സർ, ഹൗ ആർ യു? ഹായ് ഷിജോ, നമസ്കാരം. നമസ്കാരം സർ. സാറിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രോ എന്ന് പറയുമ്പോൾ സാറിൻ്റെ സക്സസ്, യുവർ അക്കംപ്ലിഷ്മെൻറ്റിനെ കുറിച്ച് ഒരു ബ്രീഫ് ഓവർവ്യൂ ഒന്ന് മെൻഷൻ ചെയ്യാമോ? Myself, Anosh Joseph, licensed immigration advisor, based in Christchurch, New Zealand. Have done almost 1,000 plus visas in the last 12 months. Currently supporting the Indian migrants in That's good. So regarding that, we'll go through some questions. Number one is, why New Zealand is the best place for migration? Saranda Iprati. Very important question. A lot of people ask me on a daily basis. അപ്പം എന്തുകൊണ്ട് ന്യൂസിലൻഡ് ചൂസ് ചെയ്യണം ഓവർ അതർ കൺട്രീസ്? അപ്പം ഒരു നാട്ടിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലെ പല ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് ടു ഹാവ് എ സെക്യൂർ ഫാമിലി, അല്ലെങ്കിൽ ഫാമിലി സെക്യൂരിറ്റി ഇൻ ടേംസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എംപ്ലോയബിലിറ്റി, ഫ്യൂച്ചർ ജനറേഷൻസ്, അവരുടെ ഒരു കരിയർ പ്രോസ്പെക്റ്റ്, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഫാമിലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ലോ. അതുപോലെ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ നോട്ട് മീറ്റിംഗ് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. പിന്നെ എംപ്ലോയബിലിറ്റി, ഇപ്പോൾ നാട്ടിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ആർ വെരി ഹൈ. അപ്പം ഈ കേരളത്തിൽ തന്നെ ഒത്തിരി ആൾക്കാർ PSC എഴുതുന്നു, അതുപോലെ തന്നെ വേറെ പല ബാങ്ക് ടെസ്റ്റുകൾ എഴുതുന്നു. ഹൗ മെനി ആർ ഗെറ്റിംഗ് ത്രൂ? ദ നമ്പേഴ്സ് ആർ വെരി ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പെക്റ്റിലുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ വെൻ യു റിട്ടയർ, ന്യൂസിലൻഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ടു റിട്ടയർ. കാരണം ഒരു 65 ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഇൻക്ലൂഡിങ് പെൻഷൻ. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെൻഷൻ എന്നുള്ള ബെനിഫിറ്റ് കൂടുതലും ഇസ് ഗിവൻ ടു എ ഗവൺമെൻറ് സെർവൻറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പം ന്യൂസിലൻഡിൽ വരുന്ന അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ താമസിക്കുന്ന ഓരോ ന്യൂസിലൻഡ് പൗരനും ദേ ആർ ഗെറ്റിംഗ് എ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഫ്രം ദ ഗവൺമെൻറ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയബിലിറ്റി. ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ജനറേഷൻസ് ദേ ഹാവ് എ ക്ലിയർ എംപ്ലോയബിലിറ്റി. അപ്പോൾ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ ഇസ് വെരി ലോ കമ്പയർഡ് ടു എനി അതർ കൺട്രീസ്. ഇനി ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ന്യൂസിലൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ കൺട്രി. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലെറ്റ്സ് കമ്പയർ വിത്ത് ഇന്ത്യയുടെ ക്രൈം റേറ്റ് ഇറ്റ്സ് വെരി ഹൈ. ന്യൂസിലൻഡിൽ വരുന്ന ഒരു മൈഗ്രൻറ്റിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ വെരി പീസ്ഫുൾ കൺട്രി ടു ലിവ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത ഫ്യൂച്ചർ ജനറേഷൻസ് ആണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ഒത്തിരി വറി ചെയ്യേണ്ട കാര്യമില്ല. ദിസ് എൻറ്റയർ എന്താ പറയുക കൺട്രി ഇറ്റ് സെൽഫ് ഈസ് എ സേഫ് പ്ലേസ് ടു ലിവ്. അതുപോലെ തന്നെ ട്രാവൽ, അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻസിന് ഇവിടെ ഒത്തിരി ഹോപ്പും ഒത്തിരി ഫ്യൂച്ചറും നമുക്ക് കാണാൻ പറ്റും. That's good. This is one of the main reasons why I always tell migrants to choose New Zealand over any other countries. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു മലയാളി എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം ന്യൂസിലാൻഡിലോട്ട്? ഹൗ ഹാർഡ് ഓർ ഹൗ ഈസി ഇറ്റ് ഈസ്?
ഇറ്റ്സ് വെരി സെയിം ഫോർ എനി ഇന്ത്യൻസ്. അപ്പം മലയാളികളെ സ്പെസിഫിക്കലി നമ്മൾ പറയുമ്പം ബിക്കോസ് നമ്മളെല്ലാവരും മലയാളികളായതുകൊണ്ടാണ് മലയാളികളെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിലുള്ള പല ആൾക്കാർക്കും ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന പാത്ത് വേ എങ്ങനെയാണെന്ന് പോലിരിക്കും. അപ്പം ഒരു നാട്ടിലുള്ള ഒരു സാധാരണ ഒരു മലയാളിക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ദർ ആർ 3 ഓപ്ഷൻസ്. വൺ ഇസ് ബൈ സ്റ്റഡിയിങ് ഇൻ ന്യൂസിലൻഡ്. അപ്പം ന്യൂസിലൻഡിൽ വന്നിട്ട് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ബാച്ചിലേഴ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ, അല്ലെങ്കിൽ PhD പഠിക്കാൻ. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മിക്ക പ്രോഗ്രാംസിനും ദർ ഇസ് എ പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസ. ആ പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസ വഴി ദേ ക്യാൻ എയ്തർ വർക്ക് ഹിയർ ഓർ സെറ്റിൽ ഡൗൺ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോബ് വിച്ച് ദേ ആർ ഡൂയിങ്. ഇനി രണ്ടാമത് നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറി. ഫോർ എക്സാമ്പിൾ എനി എംപ്ലോയ്മെൻറ്റ് വിച്ച് ഫോൾസ് അണ്ടർ Tier 1 ഗ്രീൻ ലിസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്ട്രെയിറ്റ് ടു റെസിഡൻസ് കാറ്റഗറി ഉണ്ട്. അപ്പം ലെറ്റ്സ് സേ മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ്. എല്ലാ എഞ്ചിനീയറിംഗും അല്ല, സ്പെസിഫിക്കലി ലിസ്റ്റഡ് ഓൺ ദ ഗ്രീൻ ലിസ്റ്റ്. അപ്പം അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് ഇവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ അപ്ലൈ ഫോർ റെസിഡൻസ്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ലൈക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ നഴ്സിംഗ്, അല്ലെങ്കിൽ IT സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ അവർക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓഫർ ഉണ്ടെങ്കിൽ ഇഫ് ദേ ആർ മീറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്, ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ്, ഇഫ് ദേ ആർ മീറ്റിംഗ് ദോസ് സ്റ്റാൻഡേർഡ്സ് ദേ ക്യാൻ അപ്ലൈ ഫോർ റെസിഡൻസ് ടുഗെദർ ആസ് എ ഫാമിലി. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഇങ്ങോട്ട് നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യാം. ന്യൂസിലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ന്യൂസിലൻഡിലോട്ട് ഡയറക്റ്റ് മൈഗ്രേഷൻ പാത്വേ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. IT പ്രൊഫഷണൽസ് വരുന്നുണ്ട്, നഴ്സിംഗ് പ്രൊഫഷണൽസ് വരുന്നുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. ദ ലിസ്റ്റ് ഇസ് വെരി ഹൈ. അപ്പം അതൊരു ചെറിയൊരു ലിസ്റ്റൊന്നുമല്ല, ഇറ്റ്സ് എ ഹ്യൂജ് ലിസ്റ്റ്. ഇനി മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വെൻ ദേ ആർ മാരീഡ് ടു എ ന്യൂസിലൻഡ്. അപ്പം മലയാളിയാണെന്ന് പറഞ്ഞാലും ദേ ആർ ഹോൾഡിങ് എ റെസിഡൻസ് വീസ ഓർ പെർമനൻറ്റ് റെസിഡൻസ് വീസ ഓർ എ സിറ്റിസൺഷിപ്പ് ഓഫ് ന്യൂസിലൻഡ്. അങ്ങനെയുള്ളവർ അവരുടെ പാർട്ട്ണർ ആണെങ്കിൽ ദേ ക്യാൻ കം ഇൻ ടു ന്യൂസിലൻഡ് ഓൺ ദാറ്റ് പാർട്ണർഷിപ്പ് ബേസ്ഡ് കാറ്റഗറി. അപ്പോൾ ഈ 3 കാറ്റഗറിയിലാണ് സാധാരണ ഒരു മലയാളി ന്യൂസിലൻഡിലോട്ട് വരുന്നത്. That's good. സാർ അങ്ങനെ പറഞ്ഞപ്പം തന്നെ അതിനോട് ചേർന്ന ഒരു ക്വസ്റ്റ്യൻ, കോസ് ഐ ഹാവ് ഹേർഡ് കുറേ പേര് ഇങ്ങനെ വരാൻ ട്രൈ ചെയ്തു, ബട്ട് ദേ ആർ സ്കാംഡ്. So as per you, how they can choose a licensed agent, or ഈ സ്കാമിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? Okay, that's a very good question. This is something which I face on a daily basis. ഇപ്പോൾ എന്നെ ഒത്തിരി നാട്ടിലുള്ള പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കും, ഈ എംപ്ലോയ്മെൻറ്റ് ഓഫർ ജെനുവിൻ ആണോ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ഓഫർ ജെനുവിൻ അല്ല. അപ്പോൾ അത് അല്ലാന്ന് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. കാരണം അവർ പറയുന്ന മന്ത്ലി സാലറി എന്നൊക്കെയാണ് ആ ഓഫറിൽ എഴുതിയേക്കുന്നത്. അല്ലെങ്കിൽ മന്ത്ലി സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം വേജ് പോലും മീറ്റ് ചെയ്യാത്ത മന്ത്ലി സാലറിയൊക്കെയാണ് അതിനകത്ത് എഴുതുന്നത്. അപ്പം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് മേക്ക് ഷുർ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി കമ്പനി ഡയറക്ട്ലി. അപ്പോൾ നിങ്ങൾക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓഫർ നാട്ടിലെ ഒരു ഏജൻറ്റ് തരുവാണെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ എംപ്ലോയ്മെൻറ്റ് ഓഫർ വെരിഫൈ ചെയ്യുന്ന ജോലി നിങ്ങളുടെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂസിലൻഡിലുള്ള ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഐ ഡു ഇറ്റ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഞാനത് കൂടുതലും നമ്മുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം എനിക്കൊരു ഓഫറോ ഒരു വീസയുടെ കോപ്പിയോ അയച്ചു തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫേക്ക് ആണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി ലെറ്റ് യു നോ ഇഫ് ഇറ്റ്സ് ഫേക്ക്. ചില വീസ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസിലൻഡിൻ്റെ ആ ഒരു ലോഗോ, ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ലോഗോ പല ഭാഗത്തായിട്ട് അവർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് ലുക്ക് റിയൽ. പക്ഷേ ഇറ്റ് ലുക്സ് റിയലി ഫേക്ക്. അപ്പോൾ നമ്മൾ ഡെയിലി വീസാസ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഫേക്കാണെന്ന് മനസ്സിലാവും. രണ്ട്, ഇപ്പോൾ ഈ പറയുന്ന ഓഫർ ചെയ്തു എന്ന് പറഞ്ഞ കമ്പനി ഇവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വെബ്സൈറ്റും ഈവൻ രജിസ്ട്രേഷനും എല്ലാം കാണും. പക്ഷേ ഈ കമ്പനി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഓഫർ കൊടുത്തത്. കാരണം ഇത് സ്കാം ചെയ്യുന്ന ആൾക്കാർ ദേ ക്രിയേറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഓഫേഴ്സ് ഫ്രം ദ രജിസ്റ്റർ. അപ്പം ന്യൂസിലൻഡ് ബിസിനസ് രജിസ്റ്റർ നോക്കിയിട്ടാണ് അവർ ഈ ഓഫേഴ്സ് അവർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടുക, എന്നിട്ട് കമ്പനിയോട് ചോദിക്കുക ഈസ് ഇറ്റ് റിയൽ. അപ്പോൾ അവർ തന്നെ പറയും ഇത് റിയൽ ആണെങ്കിൽ ഗോ ഹെഡ്. അപ്പം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നാട്ടിലുള്ള അതാത് അതോറിറ്റികളെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാട്ടിൽ ഇങ്ങനത്തെ സ്കാമിന് ദർ ആർ സർട്ടൺ റിപ്പോർട്ടിംഗ് ഏജൻസീസ്. അപ്പം ഈവൻ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ഒരു 6 months മുമ്പ് ഇങ്ങനത്തെ സ്കാംസിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറും വീസയും ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളത്. അതുപോലെ ഇവിടെയുള്ള ലൈസൻസ് അഡ്വൈസേഴ്സോ അല്ലെങ്കിൽ ലോയേഴ്സോ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ഓൾസോ വെരിഫൈ ഇറ്റ് ഫോർ യു. അത് കൂടുതൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക സ്കാമേഴ്സിൻ്റെ അടുത്തുനിന്ന്. അതുപോലെ തന്നെ ഈ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഏരിയ ന്യൂസിലൻഡിൽ അതിനെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ആൻ എംപ്ലോയർ ഇസ് നോട്ട് ഗിവിങ് ആൻ ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ മണി.
അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നാട്ടിൽ ഒരു ഏജൻറ്റ് നിങ്ങളോട് പറയാണ് ഇവിടെ ഒരു ജോലിയുണ്ട്, ആ ജോലിക്ക് 10 lakhs അല്ലെങ്കിൽ 15 lakhs പേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഫോൾ ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ സ്കാം. കാരണം ഇവിടെ ന്യൂസിലൻഡിൽ അങ്ങനെ പേ ചെയ്യുന്ന ഇല്ലീഗലാണ്. അത്രയും ഹ്യൂജ്, കാരണം എംപ്ലോയ്മെൻറ്റ് ഇസ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഫോൾസ് അണ്ടർ എ സ്കാമിങ്. അപ്പോൾ അതുപോലെ തന്നെ അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് തീർച്ചയായിട്ടും നമ്മൾ മണി കൊടുത്താണ് എംപ്ലോയ്മെൻറ്റ് വാങ്ങിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യുവർ വീസ ക്യാൻ ബി ഓൾസോ സസ്പെൻഡഡ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസസിൽ പല മൈഗ്രൻസും വർക്ക് വിസ ഹോൾഡ് ചെയ്ത് ന്യൂസിലൻഡിലോട്ട് വരുന്ന മൈഗ്രൻസ് ഹാവ് ബീൻ ഇൻ്റർവ്യൂഡ് ബൈ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ്. അവർ ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹാവ് യു പെയ്ഡ് മണി ഫോർ സെക്യൂറിങ് ദിസ് എംപ്ലോയ്മെൻറ്റ്. ഇഫ് ഇറ്റ്സ് യെസ് ദേ ക്യാൻ ബേസിക്കലി സെൻഡ് യു ബാക്ക്. ഓക്കെ, ദാറ്റ് വാസ് ഗുഡ് ഇൻഫോ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ സ്റ്റുഡൻറ്റ് വിസ ടു ന്യൂസിലാൻഡ്, ഹൗ ഈസി ഇറ്റ് ഈസ്, അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറയാം. സ്റ്റുഡൻറ്റ് വിസ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസാസ് കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ല ഇഫ് യു ആർ മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ്. ഇതിനകത്ത് എപ്പോഴും ബുദ്ധിമുട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന പല സ്റ്റുഡൻസും ആർ നോട്ട് മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ വിസ. എക്സാമ്പിൾസ് ഒന്ന് പറയാം. ഇതിന് കൂടുതലും എക്സാമ്പിൾസ് വരുന്നത് ഇമിഗ്രേഷൻ ന്യൂസിലൻഡിന് ഒരു സർട്ടൺ റിക്വയർമെൻറ്റ്സ് ഉണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക്. ഫോർ എക്സാമ്പിൾ ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യു നീഡ് ടു ഹാവ് എ എന്താ പറയുക ജെനുവിൻ ഇൻറ്റൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അയാളുടെ ഇൻറ്റൻറ്റ് ഹാസ് ടു ബി പ്രൂവൺ. ആ ഇൻറ്റൻറ്റ് പ്രൂവ് ചെയ്യുന്ന ഉത്തരവാദിത്വം സ്റ്റുഡൻറ്റിൻ്റെയാണ്, ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് അല്ല. ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പറയുന്നത് ദീസ് ആർ അവർ റിക്വയർമെൻറ്റ്സ്. ഇഫ് യു ആർ മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് വി ആർ ഹാപ്പി ടു പ്രൊവൈഡ് യു വിത്ത് എ സ്റ്റുഡൻറ്റ് വിസ. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ $20,000 ലിവിങ് എക്സ്പെൻസ് കാണിക്കണം. അതിപ്പോൾ 3 months മെച്യൂരിറ്റി മതി. ഇപ്പോൾ 3 months മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഫണ്ടാണ് അവരുടെ അടുത്തോട്ട് ചെല്ലുന്നതെങ്കിൽ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ക്യാൻ ഡിക്ലൈൻ ദ ആപ്ലിക്കേഷൻ. ഈ രണ്ടാമത് ജെനുവിൻ ഇൻറ്റൻറ്റ്. ഇപ്പം ഈ പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഇൻറ്റൻഷൻസ് ഇസ് സ്റ്റഡി. ഇഫ് ഇറ്റ് ഇസ് നോട്ട് മീറ്റിംഗ് ലെറ്റ്സ് സേ മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ദേ ക്യാൻ ഓൾസോ ഡിക്ലൈൻ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ എഞ്ചിനീയർ, നാട്ടിലെ സിവിൽ എഞ്ചിനീയർ പറയുകയാണ് ഐ ബീൻ വർക്കിംഗ് ആസ് എ സിവിൽ എഞ്ചിനീയർ ഫോർ ലാസ്റ്റ് 2 years. എനിക്കിവിടെ വന്നിട്ട് ഇനി പഠിക്കേണ്ടത് നഴ്സിംഗ് ആണ്. അപ്പം യു ഹാവ് ടു പ്രൂവ് ദ ഫാക്ട് ദാറ്റ് യു ആർ എ ജെനുവിൻ സ്റ്റുഡൻറ്റ്. അപ്പം എന്തിന് നഴ്സിംഗ് ഒരു സിവിൽ എഞ്ചിനീയർ പഠിക്കണം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ വിസ. അത് പ്രൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അത്രയും കാലം ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ഈസ് ഗോയിങ് ടു ഡിക്ലൈൻ ദി ആപ്ലിക്കേഷൻ. ഇനിയും അടുത്ത കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ജെനുവിൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്ത ഒരാളാണെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ടില്ല എന്ന് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് പറയുക. ഇല്ലെങ്കിൽ ജോലി ചെയ്യാത്ത ഒരാളാണെങ്കിൽ ജോലി ചെയ്തു എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഫോൾസ് ആൻഡ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ഓൾസോ ഡിക്ലൈൻ ദി ആപ്ലിക്കേഷൻ. ഇതെല്ലാം വെരിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനുള്ള റിസോഴ്സസും ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ്. ന്യൂസിലാൻഡിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് എങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാം? ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇപ്പോൾ ന്യൂസിലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു കേരള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരിൽ ഒരു 90% സ്റ്റുഡൻസ് ആണ്. പിന്നെ വി ഹാവ് 10% നഴ്സസ്. അപ്പോൾ കൂടുതലും ആൾക്കാർ സ്റ്റുഡൻറ്റ് പാത്ത് വേ തന്നെയാണ് ഇവിടോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാം, ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസും ഇപ്പോൾ ഇവിടെ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസിനും എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ 3 categories. അപ്പം ഫസ്റ്റ് കാറ്റഗറി ഈസ് എ സ്ട്രൈറ്റ് ടു റെസിഡൻസ് കാറ്റഗറി. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അതാണ് ഇഷ്ടം, കാരണം ഇറ്റ്സ് എ ഫാസ്റ്റ് റെസിഡൻസ് ഓപ്ഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് റെസിഡൻസ് സെക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് സ്ട്രൈറ്റ് ടു റെസിഡൻസ് കാറ്റഗറി. അപ്പോൾ അവർ പഠിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഔട്ട്കം, അതായത് അവർ പഠിക്കുന്ന പ്രോഗ്രാം ഈ സ്ട്രൈറ്റ് ടു റെസിഡൻസിൽ Tier 1 ഓക്യുപ്പേഷനിലാണ് വരുന്നതെങ്കിൽ ആ ഓക്യുപ്പേഷനിലുള്ളൊരു ജോലിയുടെ ജോബ് ഓഫർ അവർക്ക് കിട്ടുകയാണെങ്കിൽ ദേ ക്യാൻ അപ്ലൈ ഫോർ സ്ട്രൈറ്റ് ടു റെസിഡൻസ്. ഇനി രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് വർക്ക് ടു റെസിഡൻസ് കാറ്റഗറി. അത് Tier 2 വരുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഒക്യുപ്പേഷൻസിനാണ് വർക്ക് ടു റെസിഡൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അത് 2 കൊല്ലമാണ് ആ ഒരു ഏരിയയിൽ ജോലി ചെയ്യേണ്ടത്. 2 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് മീഡിയം വേജ് ദേ ക്യാൻ അപ്ലൈ ഫോർ റെസിഡൻസ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറിയാണ്. അപ്പോൾ സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക്കലി ഇവരുടെ പോയിൻറ്റ് സിസ്റ്റമാണ്. അപ്പം അതിന് ടോട്ടൽ പോയിൻറ്റ്സ് വേണ്ടത് 6 points ആണ്. 6 pointsൽ ഇവർക്ക് ഇപ്പോൾ ബാച്ചിലേഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ദേ ക്യാൻ സെക്യൂർ 3 points. ഇനി അവർ മാസ്റ്റേഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ദേ ക്യാൻ സെക്യൂർ 5 points. ഇനി PhD ആണെങ്കിൽ ദേ ക്യാൻ സെക്യൂർ 6 points. പക്ഷേ PhD പഠിക്കുന്നവർ ദേ ഹാവ് ടു ഹാവ് എ ജോബ് ഓഫർ ടു ഗോ ഫോർ റെസിഡൻസ്. ഇനി മാസ്റ്റേഴ്സ് ആണെങ്കിൽ ടോട്ടൽ 6 points വേണ്ടടുത്ത് ദേ ഓൾറെഡി ഹാവ് 5 points ഫോർ ദ സ്റ്റഡി. പിന്നെ അവർക്ക് വേണ്ട 1 point കൊണ്ടാണ്. ആ 1 point 1 year എക്സ്പീരിയൻസ് കൊണ്ട്
ന്യൂസിലൻഡിലുള്ള അതേ എംപ്ലോയ്മെൻറ്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ദേ ക്യാൻ സെക്യൂർ ഇറ്റ്. ഇനിയിപ്പോൾ ബാച്ചിലേഴ്സാണ് പഠിക്കുന്നതെങ്കിൽ 3 points ആണ് കിട്ടുന്നത്. ദേ റിക്വയർ അനദർ 3 points. ആ 3 points 3 year എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 3 കൊല്ലം കഴിഞ്ഞ് അവർക്ക് റെസിഡൻസിന് മൂവ് ചെയ്യാം. ഇനി ബാച്ചിലേഴ്സ് പഠിക്കുന്നവർക്ക് 3 കൊല്ലം ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇനി ഇപ്പോൾ കാണുന്ന സ്റ്റുഡൻസിന് ചോദിക്കാം. ഓഫ് കോഴ്സ് ദേ ക്യാൻ. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ യു ഹാവ് എ 3 year സ്റ്റേ ബാക്ക്. മാസ്റ്റേഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അഗെയിൻ യു ഹാവ് എ 3 year സ്റ്റേ ബാക്ക്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഈസിയർ. ഈ 3 കാറ്റഗറിയിൽ ഇഫ് യു ആർ ഫോളോയിങ് അണ്ടർ ദോസ് കാറ്റഗറീസ് ഇറ്റ്സ് ഈസി ഫോർ യു ടു സെക്യൂർ റെസിഡൻസ്. പിന്നെയുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത് കെയർ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. പക്ഷേ അത് എല്ലാ സ്റ്റുഡൻസിനും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഓൺലി ഫോർ സർട്ടൺ പീപ്പിൾ ഹു വർക്ക്സ് ആസ് എ കെയർ ഗീവർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ്. അത് 2 year ആ പർട്ടിക്കുലർ ഏരിയയിൽ ലെവൽ 4 റേറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ റെസിഡൻസ്. ഓക്കെ. ഈ സ്റ്റുഡൻറ്റ് വിസയായി വരുന്ന ആൾക്കാർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ നോക്കുമോ ന്യൂസിലാൻഡിലോട്ട്? തീർച്ചയായിട്ടും. പക്ഷേ എല്ലാവർക്കും അല്ല. അഗെയിൻ ഹാസ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ്. ലെറ്റ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ കണ്ടേക്കുന്നതിൽ ഒരു 90% ആൾക്കാരും ചൂസ് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയും കൊണ്ടുവരാൻ പറ്റും. ഫാമിലിയിലുള്ള ഇപ്പോൾ പാർട്ട്ണറാണെങ്കിൽ ഹീ ഗെറ്റ്സ് എൻ ഓപ്പൺ വർക്ക് പെർമിറ്റ്. ചൈൽഡ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് സ്റ്റഡി ഡൊമസ്റ്റിക് സ്റ്റുഡൻ്റ് ആയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇവിടുത്തെ സ്കൂൾസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ലിസ്റ്റഡ് പ്രോഗ്രാംസ് ആണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഇപ്പോൾ ബാച്ചുലേഴ്സ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഫോളിങ് അണ്ടർ ഗ്രീൻ ലിസ്റ്റ് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഇഫ് ഇസ് ഫോളിങ് അണ്ടർ ഗ്രീൻ ലിസ്റ്റ് അവർക്ക് അവരുടെ പാർട്ട്ണറിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ സാധിക്കും. പിന്നെയുള്ള PhDക്ക് അവരുടെ പാർട്ട്ണറിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ സാധിക്കും. പാർട്ട്ണറിന് വർക്ക് ചെയ്യാൻ നോക്കുമോ? അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് ഏരിയയിലും ജോലി ചെയ്യാം, എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. അപ്പോൾ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർമിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഹാവ് എൻ അക്രഡിറ്റഡ് എംപ്ലോയർ പെയ്ഡ് അറ്റ് മീഡിയൻ വേജ്. അങ്ങനെയുള്ള ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരുടെ പാർട്ട്നേഴ്സിന് ദേ ഗെറ്റിംഗ് എൻ ഓപ്പൺ വർക്ക് പെർമിറ്റ് വിച്ച് ഈസ് എ ബെനിഫിറ്റ്. അപ്പോൾ അവർക്ക് ഏത് ജോലിയും ചെയ്യാം. ലെറ്റ്സ് സേ ഇപ്പം ഇവിടെ ഒരു ബാച്ചിലർ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാളുടെ പാർട്ട്ണർ ഇവിടെ വന്നു. അയാളുടെ പാർട്ട്ണർ നാട്ടിൽ ഓൾറെഡി IT എഞ്ചിനീയറാണ്. അയാൾക്ക് ഈ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഒരു IT ജോബാണ് സെക്യൂർ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ബേസിക്കലി അയാളുടെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് റെസിഡൻസ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരിൽ ആ ഒരു പാത്ത് വേയിൽ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർ വിൽ ബി സ്റ്റിൽ സ്റ്റഡിങ് ബട്ട് ദിസ് പേഴ്സൺ ഇസ് മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഫോർ റെസിഡൻസ്. അപ്പോൾ അങ്ങനെ ഫാമിലി റെസിഡൻസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. ന്യൂസിലാൻഡിൽ സ്റ്റുഡൻറ്റ് വിസ വരുന്ന അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുടെ വേറെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂസിലൻഡ് എഡ്യൂക്കേഷൻ ഇസ് വൺ ഓഫ് ദി ഗ്ലോബലി അക്സെപ്റ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആ ക്വാളിഫിക്കേഷൻ ലോകത്ത് എവിടെയും യൂസ് ചെയ്യാം. ഇറ്റ്സ് ഗ്ലോബലി അക്സെപ്റ്റഡ്. രണ്ട്, ന്യൂസിലൻഡിൽ പ്രത്യേകിച്ച് പാസ്റ്റൽ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷൻ ന്യൂസിലൻഡ് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും പാസ്റ്റൽ കെയർ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടേക്ക് കെയർ ചെയ്യണമെന്നാണ്. അപ്പോൾ പാസ്റ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു റിക്വയർമെൻറ്റ് കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമാണ് ന്യൂസിലൻഡ്. ഇനി മൂന്നാമത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയിട്ട് 20 hours വർക്ക് ചെയ്യാം. അപ്പോൾ ദേ ആർ വർക്കിംഗ് വൈൽ സ്റ്റഡിങ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അതിനെ നോക്കിക്കാണുന്നത് ഇറ്റ്സ് എൻ ഏണിങ് ഏരിയ എന്നാണ്. അപ്പം പക്ഷേ അത് ഏണിങ് ഏരിയയെക്കാട്ടിലും ദേ ആർ ഗെയിനിങ് ന്യൂസിലൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടുത്തെ ഒരു എംപ്ലോയറെ പരിചയപ്പെടാനും എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കാനും ഇവിടുത്തെ ജോലിയുടെ രീതികൾ, കൾച്ചർ, ഇതൊക്കെ ഒരു പഠിക്കുന്നത് ഈ എംപ്ലോയ്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കിട്ടുന്ന വഴി ദേ ആർ ലേണിങ് എ ലോട്ട്. ബേസിക്കലി അവരുടെ കരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരു സമയമാണ് ആദ്യത്തെ ആ ഒരു 1 or 2 years. അപ്പം ആ പാർട്ട് ടൈം വർക്ക് ഈസ് വെരി വെരി ഗുഡ് ഫോർ ദം ടു ബിൽഡ് ദ കരിയർ. ഇനിയും ലാസ്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റുഡൻറ്റിന് ഇപ്പോൾ പണ്ടൊക്കെ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. അപ്പം ഇപ്പം ഫാമിലിയെ കൊണ്ടുവരാം. അപ്പോൾ ദേ ക്യാൻ ബിൽഡ് എ ഹോം ഇയർ വൈൽ സ്റ്റഡിങ്. അപ്പം കൂടുതൽ ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അവരുടെ അടുത്തുള്ള ആൾക്കാർ, അവരുടെ ഫാമിലി, കുഞ്ഞുങ്ങൾ എല്ലാവരും ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ ദേ ക്യാൻ ബിൽഡ് എ ബെറ്റർ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. മുമ്പേ സാർ മെൻഷൻ ചെയ്തായിരുന്നു സ്കിൽഡ് മൈഗ്രൻസിനെ കുറിച്ച്, സച്ച് ആസ് ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സസ്, IT പ്രൊഫഷണൽ. അവർക്ക് ന്യൂസിലാൻഡിലോട്ട് വരാനുള്ള
പോസിബിലിറ്റീസ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ 3 പേരിൽ ഒതുങ്ങുന്നതല്ല സ്കിൽഡ് ലിസ്റ്റ്. അപ്പം ഗ്രീൻ ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 17 റോൾസ് ഈ മാസം അവസാനം ആഡ് ചെയ്യുമെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പറഞ്ഞേക്കുന്നത്. 17 റോൾസ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പുതിയ റോൾസ് ആഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ബെനിഫിറ്റ് ഫോർ ലോഡ് ഓഫ് മൈഗ്രൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് എ ഫിസിയോതെറാപ്പിസ്റ്റ്. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇപ്പം ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യുന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഇഫ് ദേ ഹാവ് എ offer of employment from a New Zealand employer, they can apply for residence straight away. അവർക്ക് വർക്ക് വിസയെ പോലും ഇവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഒത്തിരി ഫിസിയോതെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വർക്ക് വിസയ്ക്ക് ആദ്യം അപ്ലൈ ചെയ്യും. കാരണം സം പീപ്പിൾ ഹാസ് ടോൾഡ് ദം ദേ ഹാവ് ടു ഗോ ത്രൂ എ പാത്ത് വേ. ആ പാത്ത് വേ അവർ പറഞ്ഞു കൊടുത്തത് വർക്ക് ദെൻ റെസിഡൻസ് എന്നാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ട്രൂ. ഇറ്റ് ഈസ് ഫോളിങ് അണ്ടർ സ്ട്രേറ്റ് ടു റെസിഡൻസ് കാറ്റഗറി ടയർ 1. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ ശരിക്കും വർക്ക് വിസ അപ്ലൈ ചെയ്ത് ഇവരുടെ മണി ലൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദേ ക്യാൻ അപ്ലൈ ഫോർ റെസിഡൻസ് സ്ട്രേറ്റ് അവേ. അപ്പോൾ റെസിഡൻസ് സ്ട്രേറ്റ് അവേ അപ്ലൈ ചെയ്ത് റെസിഡൻസിൽ തന്നെ ഇവിടെ വരാൻ സാധിക്കും. ഈ രണ്ടാമത്തെ കാറ്റഗറി ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞത് നമ്മുടെ IT പ്രൊഫഷണൽസ്. അഗെയിൻ ആൻ ഏരിയ ഇറ്റ് ഈസ് ഫോളിങ് അണ്ടർ ഗ്രീൻ ലിസ്റ്റ്. പക്ഷേ അതിനൊരു റെമ്യൂണറേഷൻ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ റെമ്യൂണറേഷൻ റിക്വയർമെൻറ്റും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ അപ്ലൈ ഫോർ റെസിഡൻസ്. നഴ്സിംഗ് ആണെങ്കിലും പക്ഷേ നഴ്സസ് സ്കൂളിലും വിത്ത് രജിസ്ട്രേഷൻ വരുന്നത് ഇപ്പോൾ UK നേഴ്സസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ദേ ആർ കമ്മിങ് വിത്ത് രജിസ്ട്രേഷൻ. അല്ലെങ്കിൽ ഇപ്പം ലെറ്റ്സ് എ ഓസ്ട്രേലിയൻ നേഴ്സസ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതും സംഭവിക്കാം. ഇപ്പം ന്യൂസിലൻഡ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പം ഈ കൺട്രി എല്ലാവരും മണി മേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാസ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഇൻ ലൈഫ്. അപ്പോൾ അവർക്ക് കൂടുതലും രാജ്യത്തിൻ്റെ ബ്യൂട്ടിയും ഈ രാജ്യത്തിൻ്റെ റിസോഴ്സസും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പം ന്യൂസിലൻഡ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇവിടുത്തെ പല സിറ്റീസും ഒത്തിരി ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കണ്ടേക്കുന്നതിനകത്ത് 1-2 UK സിറ്റിസൺസ് ദേ കെയിം ഹിയർ ഫോർ കയാക്കിംഗ്. അപ്പോൾ അവർ കയാക്കിങ്ങിന് വന്നതിന് ശേഷം ഈ നാട്ടിലെ ഈ ബ്യൂട്ടി ഇഷ്ടപ്പെട്ടിട്ട് ദേ സെർച്ച് ഫോർ ആൻ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിന് ശേഷം ദേ ഹാവ് സ്റ്റേഡ് ഹിയർ ഫോർ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ ഈ രാജ്യത്തിൻ്റെ ബ്യൂട്ടി കണ്ടിട്ടും ഒത്തിരി സ്കിൽഡ് പ്രൊഫഷണൽസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അഗെയിൻ ഇറ്റ്സ് എ വെൽ പെയ്ഡ് കൺട്രി. ദേ ക്യാൻ മേക്ക് എ ലിവിങ് അറ്റ് ദ സെയിം ടൈം ദേ ക്യാൻ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ന്യൂസിലൻഡ്. ഓക്കെ. ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ന്യൂസിലാൻഡിൽ അക്സെപ്റ്റഡ് ആണോ? എല്ലാ ക്വാളിഫിക്കേഷൻസും അല്ല. കൂടുതലും ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസ് ന്യൂസിലാൻഡിൽ അക്സെപ്റ്റഡ് അല്ല. നമ്മൾ അക്സെപ്റ്റഡ് ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പം ഐ ആം ടോക്കിംഗ് അബൌട്ട് ഫ്രം ആൻ ഇമിഗ്രേഷൻ പെർസ്പെക്റ്റീവ്. ഓക്കെ. അല്ലേ, ഇമിഗ്രേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മളൊരു സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് എല്ലാ ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസും അക്സെപ്റ്റഡ് അല്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSET-QAയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ് ചെയ്യുക. അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇത് ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡ്സിലോട്ടാക്കുക. ഇപ്പോൾ ലെറ്റ്സ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നാട്ടിലൊരു സിവിൽ എഞ്ചിനീയർ ഇവിടെ വന്നു. അയാൾ ഇവിടെ വന്നിട്ട് ക്വാണ്ടിറ്റി സർവേയിങ് പഠിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇപ്പോൾ ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ് പഠിച്ചത്. പക്ഷേ അയാൾ ഈ സർവേയറായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറിയിൽ റെസിഡൻസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹോൾഡ് ചെയ്യുന്നത് ഒരു ഡിപ്ലോമ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇയാൾക്ക് സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നാട്ടിലെ ബാച്ചിലേഴ്സിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഹീസ് ഹാവിങ് എ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ. ഇതൊരു എക്സാമ്പിളാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർ NSET-QA ചെയ്യുന്നുണ്ട്. NSET-QA ചെയ്തതിന് ശേഷം നാട്ടിലെ ഡിഗ്രിയെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. ലെവൽ 7 മീറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലെവൽ 7 ന്യൂസിലൻഡ് ക്വാളിഫിക്കേഷൻ. സോ ദേ ഗെറ്റ് 3 points. ഇനിയിപ്പോൾ അത് ലെവൽ 8 ആയിട്ടാണ് അതിനെ ഇപ്പോൾ മാസ്റ്റേഴ്സ് ലെവൽ 8 ആയിട്ട് തന്നെയാണ് ചെയ്താൽ ലെവൽ 9 ലെവൽ 10 അതനുസരിച്ചുള്ള പോയിൻറ്റ്സ് അവർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ. As a licensed immigration advisor, what is your role for migrants in securing visa in New Zealand? Right, that's a very important question. എല്ലാവരും ചോദിക്കുന്നതാണ് എന്തിന് ഞാൻ എൻ്റെ വിസ ഒരു ലൈസൻസ് ഇമിഗ്രേഷൻ അഡ്വൈസറോ അല്ലെങ്കിൽ ലോയറോ വഴിയോ അപ്ലൈ ചെയ്യണം. ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ആൻഡ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് അതോറിറ്റി പറയുന്നത് 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് വിസ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്തൊന്ന് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ, രണ്ട് ലോയേഴ്സ്, ദെൻ പീപ്പിൾ ഹു ആർ എക്സെംപ്റ്റ് ഫ്രം ലൈസൻസിങ്. ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് അങ്ങനെയുള്ളവർ എക്സെംപ്റ്റ് ആണ് ഫ്രം ലൈസൻസിങ്. പിന്നെ സിറ്റിസൺസ് ബ്യൂറോ, അപ്പം അങ്ങനെയുള്ള ചില ഗവൺമെൻറ് ഏജൻസികൾ ദേ ആർ എക്സെംപ്റ്റ് ഫ്രം ലൈസൻസിങ്. അങ്ങനെയുള്ളവർക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള ഏജൻറ്റ്സ്, ഇപ്പോൾ നാട്ടിലെ ഏജൻറ്റ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഏജൻറ്റ്സ് ദേ ആർ നോട്ട് ഓതറൈസ്ഡ് ടു റെപ്രസെൻറ്റ് എ മൈഗ്രൻറ്റ് ഇൻ ന്യൂസിലൻഡ്. ഇപ്പോൾ അങ്ങനെ ഓതറൈസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ്ഡ് അല്ലാത്ത ഒരാളാണ് ഒരു വിസ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ക്യാൻ ഡിക്ലൈൻ ദി ആപ്ലിക്കേഷൻ.
സ്ട്രേറ്റ് അവേ. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നാട്ടിലെ സ്റ്റുഡൻറ്റ് വീസ, ഫോർ എക്സാമ്പിൾ ഇൻ്റർനാഷണൽ സ്റ്റഡി, അതിന് ഒരു ലൈസൻസ് അഡ്വൈസറിൻ്റെയോ അല്ലെങ്കിൽ ലോയറിൻ്റെയോ അല്ലെങ്കിൽ എക്സെപ്ഷൻ ഫ്രം ലൈസൻസിൻ്റെയോ ആവശ്യമില്ല. അത് നാട്ടിലെ എഡ്യൂക്കേഷണൽ ഏജൻസിന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു എക്സംഷനാണ് കൊടുത്തേക്കുന്നത്. അത് ആ ഇൻഡസ്ട്രിയെ ഗ്രോ ചെയ്യാനായിരിക്കാം കൊടുത്തേക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഒരു കാറ്റഗറി, ഫോർ എക്സാമ്പിൾ റെസിഡൻസ്, വർക്ക് വീസ, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയും തന്നെ സ്വന്തമായിട്ടിടുക തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഏജൻറ്റിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ ഒരു തേർഡ് പാർട്ടിക്ക് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ദേ ഹാവ് ടു സീക്ക് ദി അഡ്വൈസ് ഓഫ് എൻ അഡ്വൈസർ ഓർ എ ലോയർ. ഇനി ഇതിനകത്ത് എന്തുകൊണ്ട് നിങ്ങളൊരു അഡ്വൈസ് സീക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ഇൻഫർമേഷനും നമ്മൾ ഇപ്പം വെബ്സൈറ്റിൽ കാണുന്നതോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതോ കറക്റ്റ് ആവണോ നിർബന്ധമില്ല. കാരണം ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് ഇസ് എ മൂവിങ് ബീസ്റ്റ്. ഓരോ ദിവസവും ദേ മേക്ക് ചേഞ്ചസ്. അപ്പോൾ ഇന്നത്തെ റെഗുലേഷനോ അല്ലെങ്കിൽ ഇന്നത്തെ റിക്വയർമെൻറ്റ്സോ ആയിരിക്കില്ല നാളത്തെ ആ വിസയുടെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എ മീഡിയം വേജ് ഇപ്പം മാറ്റി. അപ്പോൾ ഇതിന് മുമ്പ് 29.66 ആണ്. പക്ഷേ ഇപ്പോഴും വർക്ക് വിസയ്ക്ക് മീഡിയം വേജ് അത് ഫ്രീസ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഭാവിയിലുള്ള ഇപ്പോൾ റെസിഡൻസ് ആപ്ലിക്കേഷൻസിന് മീഡിയം വേജ് പുതിയ മീഡിയം വേജ് ആണ്. അപ്പോൾ ഇതറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? മീഡിയം വേജ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും, ഇറ്റ് ഗെറ്റ്സ് റിജക്റ്റഡ്. അപ്പോൾ എപ്പോഴും മേക്ക് ഷുവർ യു സീക്ക് ദ റൈറ്റ് അഡ്വൈസ് ഫ്രം ദ റൈറ്റ് പീപ്പിൾ. തെറ്റായിട്ടുള്ള അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും അത് നിങ്ങളെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നല്ലതായിരിക്കണം നിർബന്ധമില്ല. അതിനകത്ത് ഞാൻ കാണുന്നതിൽ ഒത്തിരി ആൾക്കാർക്ക് വീസ ഡിക്ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീസ എക്സ്പയർ ആയി പോയിട്ട് അവർ വിചാരിക്കുന്നത് എൻ്റെ വീസ ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവുമെന്ന് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ എൻ്റെ വീസ കഴിയുമ്പോൾ എനിക്കൊരു ഇൻട്രീം വീസ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നമ്മൾ അത് കിട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഹീ ബിക്കംസ് അൺലോഫുൾ ഇൻ ന്യൂസിലൻഡ്. അൺലോഫുൾ ആയിക്കഴിഞ്ഞാൽ ദേ ആർ ലൈബിൾ ഫോർ ഡിപ്പോർട്ടേഷൻ. അപ്പം ഇറ്റ് ഈസ് വെരി സ്ട്രെസ്ഫുൾ പ്രോസസ്സ്. അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പല ഫാമിലിയെയും കണ്ടിട്ടുണ്ട് ആ അവസ്ഥയിൽ. അപ്പോൾ എവറി ടൈം ഇഫ് യു ഡോണ്ട് നോ സംതിങ്, സീക്ക് ആൻ എക്സ്പേർട്ട്. അപ്പം ചെറിയ സംശയങ്ങളൊക്കെ ആണെങ്കിൽ ഓൾവേസ് ഇപ്പോൾ ഒരു ഹ്യൂജ് ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ നമ്മളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രൊഫഷണൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ചാർജ്. പക്ഷേ ചെറിയ സംശയങ്ങൾ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പോൾ കൂടുതലും നിങ്ങളൊരു വലിയ കുഴി ചെന്ന് വീഴാതിരിക്കാനായിട്ട് എപ്പോഴും സീക്ക് ദ അഡ്വൈസ് ഓഫ് എൻ അഡ്വൈസർ. അപ്പോൾ എന്നെ തന്നെ വിളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. യു ക്യാൻ ഓൾവേസ് സീക്ക് ദ സപ്പോർട്ട് ഓഫ് എ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ. നിങ്ങളുടെ ഇപ്പം ഞാൻ ക്രൈസ്റ്റ്ചർച്ച് ബേസ്ഡ് ആണ്. എൻ്റെ ക്ലയൻറ്റ്സ് ഓൾ അക്രോസ് ന്യൂസിലൻഡ് ഉണ്ട്. അവരെന്നെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ വാട്സപ്പ് മെസ്സേജുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതലും ഷോർട്ട് മെസ്സേജുകൾ അവർ വോയിസ് നോട്ട് അയക്കാറുണ്ട്. ഞാനത് കേട്ടതിന് ശേഷം അതിനകത്ത് അവർക്കൊരു റിപ്ലൈ കൊടുക്കാറുണ്ട്. യൂഷ്വലി ഇൻ 24 hours. വെരി സ്പെസിഫിക്കലി ഞാൻ പറയാറുണ്ട്, ഇൻ 24 hours ഐ വിൽ റെസ്പോണ്ട് ടു എവറി സിംഗിൾ ക്ലയൻറ്റ്. അതിനുവേണ്ടി ഒരു കപ്പിൾ ഓഫ് ഹവേഴ്സ് എന്നും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ന്യൂസിലാൻഡിൽ വിസ എക്സ്പയർ ആയ കുറേ ആൾക്കാരെ സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു സെക്യൂർ ദ വിസ ഓർ ഹു വാസ് ലൈബിൾ ഫോർ ഡിപ്പോർട്ടേഷൻ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഒത്തിരി മൈഗ്രൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ വീസയുടെ കണ്ടീഷൻസ് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ വീസ എക്സ്പയർ ആകുന്ന എന്നാണെന്നറിയില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് വീസ ഓട്ടോമാറ്റിക്കലി റിന്യൂ ആവുമെന്നൊക്കെയാണ് അവർ ചിന്തിച്ച് വെച്ചേക്കുന്നത്. ചില ആൾക്കാർ അവർക്ക് കൊടുക്കുന്ന ഫോൾസ് ആൻഡ് മിസ്ലീഡിങ് അഡ്വൈസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വേറൊരു വീസയ്ക്ക് ഇട്ടു, അപ്പോൾ എനിക്ക് ഇൻട്രീം വീസ കിട്ടും. തീർച്ചയായിട്ടും ഇഫ് ഇറ്റ്സ് എ ടെമ്പററി ആപ്ലിക്കേഷൻ ആബ്സല്യൂട്ട്ലി ഇൻട്രീം വീസ ആർ ഇഷ്യൂഡ്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഇൻട്രീം വീസ ഇഷ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് വിസയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റെസിഡൻസ് വീസയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീസ എക്സ്പയർ ആയി പോവുകയാണ്. യു ഹാവ് ടു റിന്യൂ യുവർ വീസ. അപ്പോൾ കാരണം എല്ലാ റെസിഡൻസ് കാറ്റഗറിക്കും ഓട്ടോമാറ്റിക്കലി ഇൻട്രീം വീസ ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ദേ ബിക്കം അൺലോഫുൾ ഇൻ ന്യൂസിലൻഡ്. അൺലോഫുൾ ആയിക്കഴിഞ്ഞാൽ ദേ ആർ ലൈബിൾ ഫോർ ഡിപ്പോർട്ടേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന ഒത്തിരി ക്ലയൻസിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെക്ഷൻ 61 വെച്ചിട്ട് വി ഹാവ് സെക്യൂർഡ് വീസാസ് ഫോർ ദം. പക്ഷേ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത് ആ ഒരു പാത്തിലോട്ട് പോകാതിരിക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി കോംപ്ലക്സ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഈ സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഗിവ് മി എ കോൾ. പക്ഷേ മേക്ക് ഷുവർ നിങ്ങളുടെ വീസ കണ്ടീഷൻസ് വായിക്കുക. നിങ്ങൾക്ക് വീസ എന്ന് എക്സ്പയർ ആകുന്നത് എപ്പോഴും ഒരു ഡയറി കുറിച്ചിടുക, അല്ലെങ്കിൽ മൊബൈലിൽ നോട്ട് വെക്കുക. അതിനൊരു 10 days മുമ്പേലും മേക്ക് ഷുവർ യു അപ്ലൈ ഫോർ അനദർ വീസ. അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ബേസിക്കലി അൺലോഫുൾ ഇൻ ന്യൂസിലൻഡ്. അപ്പോൾ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് മാറുകയാണ്. അത് ഒരു റെക്കോർഡ്സിലൊക്കെ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് നൈസ് ടു അല്ലേ. അപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ നോക്കുമ്പോഴത്തേക്കും ദിസ് പേഴ്സൺ ഹാസ് ബിക്കം അൺലോഫുൾ. അപ്പോൾ അയാൾക്ക് വേറൊരു വീസ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് എ കൺസേൺ ഫോർ ദി ഓഫീസർ. അല്ലേ, ഇയാൾ ഇനി അൺലോഫുൾ ആവുമോ? അല്ലേ, നമ്മളുടെ വീസ കണ്ടീഷൻസ് ആർ ദേ ഫോർ എ റീസൺ.
അപ്പോൾ ആ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഉത്തരവാദിത്വം ആസ് എ മൈഗ്രൻറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതെപ്പോഴും അത് ഫോളോ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇഫ് യു ഡോണ്ട് നോ സംതിങ് ഓൾവേസ് സീക്ക് ദി അഡ്വൈസ് ഓഫ് എ ലൈസൻസ് ഇമിഗ്രേഷൻ അഡ്വൈസർ. സാർ എല്ലാ ടൈപ്പ് വിസയും ഡീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ടൈപ്പ് വിസാസും പ്രോസസ് ചെയ്യുന്നുണ്ട്. വർക്ക് വിസ, റെസിഡൻസ് വിസ, പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, സ്റ്റുഡൻറ്റ് വിസ, എല്ലാ ടൈപ്പ് ആപ്ലിക്കേഷൻസും പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻക്ലൂഡിങ് സ്ട്രൈറ്റ് ടു റെസിഡൻസ് ആൻഡ് സ്കിൽ മൈഗ്രന്റ് കാറ്റഗറി. What is the fastest way for a migrant to get residency? ഇത് ഒരു $1 million ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കാരണം എല്ലാ ആൾക്കാർക്കും അതാണ് അറിയേണ്ടത്, എത്ര പെട്ടെന്ന് എനിക്ക് റെസിഡൻസ് ഒരു രാജ്യത്ത് നേടാം. അപ്പോൾ കൂടുതലും ന്യൂസിലൻഡിൽ വരുന്ന ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ദേ ഗോ ഫോർ സ്ട്രൈറ്റ് ടു റെസിഡൻസ് കാറ്റഗറി. അത് പ്രിഫർ ചെയ്താൽ മാത്രം പോരാ, ദേ ഹാവ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. അപ്പം ഒരു സ്ട്രൈറ്റ് ടു റെസിഡൻസ് കാറ്റഗറി ഞാൻ നേരത്തെ സംസാരിച്ച പോലെ ഗ്രീൻ ലിസ്റ്റിൽ ടയർ 1 വരുന്ന ഒരു ഒക്യുപ്പേഷനിലാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓഫറും ഇഫ് ദ മീറ്റിംഗ് ദ അതർ റിക്വയർമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, ഇതൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ സ്ട്രൈറ്റ് ടു റെസിഡൻസ് ആപ്ലിക്കേഷൻ. അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 72 hours-നകത്ത് റെസിഡൻസ് വിസ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്ലയൻറ്റ്. അപ്പോൾ ഷീ വാസ് വെരി ഹാപ്പി ടു ഗിവ് മി എ ടെസ്റ്റിമോണിയൽ. അപ്പം ദാറ്റ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഗോട്ട് അപ്രൂവ്ഡ് ഇൻ പ്രിൻസിപ്പിൾ ഇൻ 72 hours, basically 3 days. That's good. Okay, Mr. Anosh Joseph, thank you so much for your time. I believe this session was really worth for all of you, and it was regarding the procedure, the proper way how to migrate, and the proper immigration advice that we got through Mr. Anosh. So we will be continuing this session in our next episode that is regarding skilled migrant categories. So be tuned. Signing off, Shijoy John.